പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. നേഷൻ ഫസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഫിറോസ് അലി മുഹമ്മദാണ്. നമസ്കാരം. നമസ്കാരം മേഘ. അതെ, അപ്പോൾ താങ്കൾ പ്രവചിച്ചതുപോലെ, വിലയിരുത്തിയതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇനിയുള്ള നടപടികൾ എന്താണ്? ഈ കേസിൽ നിന്ന് പുറത്തേക്ക് എന്നതിന്റെ ആദ്യ സൂചന തന്നെയാണോ ഈ ജാമ്യം? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ മേഘ. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ നമുക്ക് ഇപ്പൊ ഈ നിയമ വിദഗ്ധരുമായി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുവരെ ഉള്ള നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരില്ല, ഈ കേസിൽ ജില്ലാ കോടതിയിൽ തന്നെ ജാമ്യം കിട്ടും എന്നൊരു ഉറപ്പിലേക്ക് നമ്മൾ വരുന്നത്. ഇതില് നമ്മൾ ചില തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, രാവിലെ 8 മണിക്ക് തോൽക്കുമെന്നോ ജയിക്കുമെന്നോ. കാര്യം രാവിലെ 8 മണിക്ക് വോട്ടെണ്ണി തുടങ്ങത്തേ ഉള്ളൂ. ഈ കേസ് ഇന്ന് പരിഗണിക്കുമ്പോൾ 28-ാം തീയതി എന്ന് പറയുന്നത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായ 18-ാം ദിവസം പത്തനംതിട്ട ജില്ലാ കോടതി പരിഗണിക്കുമ്പോൾ രാവിലെ 11 മണിക്ക് തന്നെ ജാമ്യം കിട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരും. ജസ്റ്റിസ് എൻ ഹരികുമാർ അദ്ദേഹം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, വിശദമായ ഒരു വിധിപ്പകർപ്പ് തയ്യാറാക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ചും കൂടി സമയമെടുത്തു. അതുകൊണ്ടാണ് 24-ാം തീയതി ഇങ്ങനെ ഒരു വിധി പ്രസ്താവത്തിലേക്ക് പോകാതിരുന്നത്. 4 ദിവസം കൂടി കഴിയുമ്പോൾ 28-ാം തീയതി കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വിധി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ വിശേഷിപ്പിക്കാൻ തോന്നുന്നത്, സത്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഈ 3 കേസുമായി ബന്ധപ്പെട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ രാഹുൽ വേട്ട എന്ന് പറയുന്ന ഈ സീരീസിനെ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നത് കേരളത്തിൽ എടുത്ത ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തോടാണ് എനിക്ക് ഉപമിക്കാൻ തോന്നുന്നത്. വലിയ കോടികൾ മുടക്കിയുള്ള ഒരു സിനിമ. അങ്ങനെ കോടികൾ മുടക്കിയെടുത്ത സിനിമ 8 നിലയിൽ പൊട്ടിയ കഥകള്, അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്, പല സിനിമകൾ. അതാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ മേഘയുടെ ചോദ്യത്തിന്റെ അന്തസത്തയും അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കവും അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്ത് എന്നുള്ളതാണല്ലോ അത്. ഇപ്പോൾ നമ്മൾ പരിഗണിക്കുന്ന രാഹുൽ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന, രാഹുലിന് ജാമ്യം കിട്ടിയ കേസിന്റെ കാര്യം മാത്രമല്ല, അതിന് മുമ്പുള്ള കേസിന്റെ കാര്യം എടുത്താലും ഇത് അടപടലം പൊളിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇനി ഈ 3ാമത്തെ കേസിലേക്ക് തന്നെ വന്നാൽ എന്തായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം എന്ന് പറയുന്നത്? കൃത്യമായിട്ടും ഇദ്ദേഹം ഒരു സീരിയൽ ഒഫൻഡർ ആണ്, ഹാബിച്വൽ ഒഫൻഡർ ആണ്. ബലാത്സംഗം നടന്നു, IPC 376, 506 ഈ പറയപ്പെടുന്ന പരാതിക്കാരിക്ക് വലിയ ഭീഷണിയുണ്ട്, പരാതിക്കാരുടെ ജീവൻ അപകടത്തിലാണ്, സാക്ഷികളെ എല്ലാം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാധീനിക്കാൻ പോകുന്നു, ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള അതിശക്തമായ വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിക്കുമ്പോൾ പ്രതിഭാഗം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്. പ്രതിഭാഗം ഇതിനെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞതിന്റെ ഉപോത്ബലകമായിട്ട് പ്രതിഭാഗം ആദ്യത്തെ 2 കേസുകൾ കൂടി ചൂണ്ടിക്കാട്ടി. ആദ്യത്തെ കേസിൽ ജില്ലാ കോടതി ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജില്ലാ കോടതിയുടെ വിധി പ്രസ്താവമുണ്ട്. അവിടെ മുൻകൂർ ജാമ്യം തള്ളുമ്പോൾ പോലും അവിടെ ബലാത്സംഗം നടന്നില്ല എന്ന് കോടതിയുടെ ഉത്തരവിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2ാമത്തെ കേസ് എവിടെ പോയി സാർ എന്ന് പ്രോസിക്യൂഷനോട് പ്രതിഭാഗം ചോദിക്കുന്നുണ്ട്. 2ാമത്തെ കേസിലെ പരാതിക്കാരി ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ്, എന്താണ് അതിന്റെ വ്യക്തത? അത് ജില്ലാ കോടതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയ കേസാണല്ലോ, അത് കൃത്യമായിട്ടും രാഷ്ട്രീയ പ്രേരിതമല്ലേ എന്ന വാദം പ്രതിഭാഗം ചോദിക്കുന്നു. ശാസ്ത്രമംഗലം അജിത് കുമാർ ചോദിക്കുന്നു. 3ാമത്തെ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ എങ്ങനെയാണ് ബലാത്സംഗം നിലനിൽക്കുക? ഈ പറയപ്പെടുന്ന 2025 ഏപ്രിൽ മാസം 8-ാം തീയതി തിരുവല്ലയിലേക്ക് വരുന്ന, വിദേശത്ത് നിന്ന് തിരുവല്ലയിലേക്ക് വരുന്ന പെൺകുട്ടി അവിടെ അവരുടെ പേരിൽ റൂം എടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു രാഷ്ട്രീയക്കാരനെ അവിടേക്ക് വിളിച്ചിട്ട് അവിടെ വെച്ച് ബലാത്സംഗം നടന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് നിലനിൽക്കുക? എങ്ങനെയാണ് ഇതിൽ ബലാത്സംഗം നിലനിൽക്കുക? 2 പേരും പ്രായപൂർത്തിയായവരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിവാഹിതനായിരിക്കുമ്പോൾ തന്നെ മറ്റേ പെൺകുട്ടി, പരാതിക്കാരിയായ പെൺകുട്ടി വിവാഹിതയുമാണ്. എങ്ങനെയാണ് ഇതിൽ ബലാത്സംഗം നിലനിൽക്കുക എന്ന പ്രതിഭാഗത്തിന്റെ ചോദ്യമാണല്ലോ കോടതിക്ക് ബോധ്യപ്പെട്ടത്, പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണല്ലോ ഈ കേസിൽ മുൻകൂർ ജാമ്യമല്ല, ഈ കേസിൽ 18 ദിവസം ജയിലിൽ കിടന്ന കേസിൽ ജില്ലാ കോടതി ജാമ്യം കൊടുക്കുന്നത്. പലരും പറഞ്ഞു, നിയമ വിദഗ്ധർ തന്നെ പറഞ്ഞിട്ടുണ്ട് ചിലര്, ഈ കേസിന് ചിലപ്പോ ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല, ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരും എന്നൊക്കെ. കാര്യം ആൾ ഓൾറെഡി അറസ്റ്റിലായി പോയല്ലോ, ആളകത്ത് കിടക്കുകയാണല്ലോ. മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ജില്ലാ കോടതികൾക്ക് മുൻകൂർ ജാമ്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നത് പോലെ ജയിലിലായ കേസിൽ ചിലപ്പോ അങ്ങനെ ജാമ്യം കൊടുക്കുമ്പോൾ പിന്നെയും കുറച്ചും കൂടി വിശദമായിട്ട് ഈ തെളിവുകൾ പരിശോധിക്കേണ്ടി വരും. അങ്ങനെ തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് ജില്ലാ കോടതിയുടെ മുമ്പിൽ ജഡ്ജിയുടെ ചേംബറിൽ വന്ന തെളിവുകൾ, ജഡ്ജി ചേംബറിൽ വെച്ചാണ് തെളിവുകൾ പരിശോധിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.
ചേംബറിൽ വെച്ച് ഈ തെളിവുകൾ പരിശോധിക്കുകയും അക്കാര്യം അതിന് വലിയൊരു ഇപ്പോ ഇങ്ങനൊരു കേസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഓപ്പൺ കോടതിയിൽ അതിന്റെ തെളിവുകളൊക്കെ ശേഖരിച്ചതിന്റെ നിരീക്ഷണങ്ങളൊക്കെ പറഞ്ഞ് അത് ഇനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഈ പരാതിക്കാരിക്ക് ഒരു അവമതിപ്പ് ഉണ്ടാകാതിരിക്കാനും ഈ അക്യൂസ്ഡ് എന്ന് പറയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് അവമതിപ്പ് ഉണ്ടാവാതിരിക്കാനും ഒക്കെ ആയിരിക്കും ജഡ്ജി അത് ചേംബറിൽ വെച്ച് ആ തെളിവുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ആ തെളിവുകൾ പരിശോധിച്ചതിൽ നിന്ന് ഇതിൽ ബലാത്സംഗം നടന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ് അതിൽ ക്രൈം? ഇന്ത്യൻ പീനൽ കോഡ് എനിക്ക് തോന്നുന്നു ആ പീനൽ കോഡ് ഉള്ള സമയത്ത് തന്നെ വന്ന പിന്നെ സുപ്രീം കോടതിയുടെ വിധിയാണല്ലോ, സുപ്രീം കോടതിയുടെ ഉത്തരവാണല്ലോ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ കുറ്റകരമല്ല. വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ കുറ്റകരമല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സൗഹൃദം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ആർക്കാണ് ബുദ്ധിമുട്ട്? പിണറായി വിജയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കോടതികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ SITയുടെ തലപ്പത്തിരിക്കുന്ന പൂങ്കുഴലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ആ പെൺകുട്ടിയുടെയും മാത്രം ഇഷ്ടമാണ്, അവരുടെ അവകാശമാണ്, അവരുടെ താല്പര്യമാണ്. അത് ഇന്ത്യയുടെ നിയമം അനുശാസിക്കുന്ന, ഇന്ത്യയിലെ കുറ്റകരമല്ലാത്ത കാര്യമാണ്. പിന്നെ എന്ത് കുറ്റമാണ് സാർ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്? നിങ്ങൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ 18 ദിവസം പിടിച്ച് ജയിലിലിട്ടത്? നിങ്ങൾ എന്തിനാണ് ഒരു ഇമെയിൽ പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരളത്തിലെ 140 നിയമനിർമ്മാണ സഭാംഗങ്ങളുടെ 140 MLA-മാരിൽ ഒരാളായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ പാതിരാത്രിയിൽ പാലക്കാട് ഒരു ഹോട്ടലിലേക്ക് അയാൾ കിടന്നുറങ്ങുമ്പോൾ അവിടേക്ക് ഇടിച്ചു കയറി ഡോർ തള്ളി തുറന്നിട്ട് അവിടെ കയറി ഒരു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? അദ്ദേഹം ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണോ അദ്ദേഹം ചെയ്ത കുറ്റം? ഇതൊക്കെ പൊതുസമൂഹം ഇനി അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും മേഘ. അതൊന്ന്. രണ്ട് ഈ കേസുകൾ, 3 കേസുകളും 8 16 പൊട്ടിപ്പോവുകയും ഇതിന്റെ അന്വേഷണം ഇനിയിപ്പം എങ്ങോട്ട് പോകും നമുക്ക് പറയാനേ പറ്റില്ല. മുൻകൂർ ജാമ്യം കിട്ടിയ കേസുകൾ അല്ലെങ്കിൽ ഇപ്പോ ജാമ്യം കിട്ടിയ കേസിലൊക്കെ ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ കേസിൽ ഇപ്പൊ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ കേസായിക്കോട്ടെ, ജില്ലാ കോടതി തള്ളി, ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ കേസാണെങ്കിൽ പോലും അത്തരം കേസുകളിൽ ഒരു ചെറിയ പീരീഡിനകത്ത് ഇപ്പോ 90 ദിവസം 85 ദിവസം ഒന്നും കിടന്നില്ലല്ലോ, 85 86 ദിവസം കിടന്ന ദിലീപിന്റെ കേസ് നമ്മൾ കണ്ടതാണ്. അത് വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം അതിന്റെ വിധി എന്തായെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോ ഒരു റിമാൻഡ് കാലാവധിയോ അല്ലെങ്കിൽ അതിന് കുറച്ച് ദിവസങ്ങൾ കൂടിയോ റിമാൻഡിൽ കിടന്ന ഒരാളിന് ഹൈക്കോടതിയിൽ പോലും പോകേണ്ടി വരാതെ ജില്ലാ കോടതിയിൽ നിന്ന് തന്നെ ആ കേസ് ചീറ്റിപ്പോയി അല്ലെങ്കിൽ കേസിൽ ചാർത്തപ്പെട്ട വകുപ്പുകൾ നിൽക്കില്ല എന്ന് ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കണ്ടെത്തിയ ഒരു കേസിൽ അതിനി എങ്ങോട്ട് പോകുന്ന അതിന്റെ അന്വേഷണം? അതൊക്കെ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി ഞാൻ മേഘയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അത് ഈ 3ാമത്തെ കേസുമായി ബന്ധപ്പെട്ടല്ല, 1ഉം 2ഉം കേസുകളുമായി ബന്ധപ്പെട്ടാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോന്ന് എനിക്കറിയില്ല. 1ാമത്തെ കേസുമായി ബന്ധപ്പെട്ട് അതിലെ കൂട്ടുപ്രതിയുണ്ട്, ഗർഭഛിദ്രത്തിന് മരുന്ന് കൊണ്ട് കൊടുത്തയാൾ, അയാൾക്ക് ജില്ലാ കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. 2ാമത്തെ കേസ് അത് കേസ് തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 2ാമതൊരു കേസ് ഉണ്ട്, നമുക്കിപ്പോ അന്തരീക്ഷത്തിൽ ഇവിടെ നിൽക്കുന്ന കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് അതിലെ കൂട്ടുപ്രതിയുണ്ട് ഫെനി നൈനാനാണ് ഈ പെൺകുട്ടിയെ ഹോംസ്റ്റേയിലേക്ക് കൊണ്ടുപോയതും തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതും ഈ ക്രൈം ആസൂത്രണം ചെയ്തതിൽ പ്രധാനപ്പെട്ടയാള് ഫെനി നൈനാനാണ്. ഫെനി നൈനാൻ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഇങ്ങനെയാണ് സങ്കടപ്പെടുകയാണ്, എനിക്കെതിരെ ഒന്ന് കേസെടുത്തില്ലല്ലോ, ഞാനല്ലേ ഇതെല്ലാം ചെയ്തത്, എനിക്കെതിരെയും കൂടെ കേസെടുക്കൂ അന്വേഷണ സംഘമേ, എനിക്കെതിരെയും കൂടെ കേസെടുക്കൂ SIT എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. കാര്യം ഞാനാണല്ലോ ഇതെല്ലാം ചെയ്തത്, ഞാൻ അറിയാതെ അങ്ങനെ ഒരു ക്രൈമേ നടക്കില്ല, അപ്പൊ എന്നെ മാത്രം നിങ്ങൾ ഒഴിവാക്കിയത് ഭയങ്കര മോശമായി പോയെന്ന് പറഞ്ഞിട്ട് സിനിമയിൽ ജഗതി റോഡിൽ വിരിച്ച് കിടന്നിട്ട് എന്റെ പൊന്നു സാറേ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യൂ സാറേ, കിടക്കാൻ സ്ഥലമില്ലെന്ന് പറയുന്ന പോലെ ഫെനി നൈനാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെയാണ് ശരിക്കും ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ കേസ് 3ഉം ഇതിന്റെ അന്വേഷണത്തിന് എന്താ പറയാ, അന്വേഷണത്തിലേക്കൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാര്യം അത് ഈ നീതി നിർവഹണവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അന്വേഷണ സംഘത്തിന്റെ എഫേർട്ട് ഇതിന്റെ പിന്നിലുണ്ട്, പരാതിക്കാരുണ്ട്. അത് നടക്കട്ടെ, നമുക്ക് എന്തായാലും നോക്കാം ഈ 3 കേസിന്റെയും അന്വേഷണം എങ്ങോട്ട് പോകുമെന്നും കുറ്റപത്രം കൊടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ തെളിവുകൾ ഉണ്ടാകുമെന്നും വിചാരണയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കയറേണ്ടി വരുമോ അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് മാനനഷ്ട കേസ് കൊടുത്ത് ഇവരുടെയൊക്കെ പെൻഷൻ ഇവർ വാങ്ങിക്കാത്ത അവസ്ഥ എത്തിക്കുമോ എന്നൊക്കെ അറിയണമെങ്കിൽ കുറച്ച് ആഴ്ചയും കൂടി അദ്ദേഹം ഇറങ്ങിയിട്ട് അദ്ദേഹം ഈ 18 ദിവസവും പ്ലാനിങ്ങിലായിരുന്നു എന്നാണ് പറയുന്നത്. ജയിലില് ഒറ്റയ്ക്കൊരു സെല്ലിലായിരുന്നു കിടത്തിയിരുന്നത്, അവിടെ ഫുള്ള് പ്ലാനിങ് ആയിരുന്നു, രാപകൽ പ്ലാനിങ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പ്ലാനിങ്? ഇനി ഇദ്ദേഹം ഇറങ്ങിയിട്ടേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് പ്ലാനിങ് എന്ന്. അതെ,
ഇത്രയും നാള് നമ്മുടെ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞിരുന്ന ചോദ്യം രാഹുൽ മോൻ എപ്പോൾ ഇറങ്ങുമെന്നാണെങ്കിൽ, ഇനിയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിക്കുമോ, പാലക്കാട് മത്സരത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ കോൺഗ്രസിനൊപ്പമോ CPM-നൊപ്പമോ BJP-ക്കൊപ്പമോ അല്ലെങ്കിൽ സ്വതന്ത്രനായോ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തില് CPM-ലേക്കോ BJP-യിലേക്കോ പെട്ടെന്ന് അദ്ദേഹം പോകാനുള്ള സാധ്യത ഇല്ല. ചിലപ്പോ അവര് ഇപ്പൊ BJP ഒക്കെ ചിലപ്പോ അദ്ദേഹത്തെ ഒരു സ്വതന്ത്രനായിട്ടൊക്കെ ഏറ്റെടുക്കാനോ പിന്തുണയ്ക്കാനൊക്കെ സാധ്യത ഉണ്ടാകാം. പക്ഷേ അദ്ദേഹം അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ ഇല്ലെന്നാണ് തോന്നുന്നത്. അദ്ദേഹം പോകാനുള്ള സാധ്യത ഇല്ലെന്നാണ് തോന്നുന്നത്. ഇനി കോൺഗ്രസ് സീറ്റ് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇതിനകം തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത MLA-മാരുടെ കൂട്ടത്തിൽ, സിറ്റിംഗ് MLA-മാരുടെ കൂട്ടത്തിൽ മത്സരിക്കാത്ത MLA ആയിരിക്കും, പരിഗണിക്കപ്പെടാത്ത MLA ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കോൺഗ്രസ് ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലപാട് കോൺഗ്രസ് പെട്ടെന്ന് തിരുത്തുമെന്ന് നമുക്കിപ്പോ പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. കാര്യം അത് പിന്നീട് ഇപ്പൊ ഇനിയും അടുത്ത പോക്സോ കേസ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ മറ്റ് പല കേസുകളും വരാനുണ്ട്. KPCC-ക്ക് മുമ്പിൽ 19 പരാതികളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വെറുതെ വെള്ളം കോരുകയാണ്, അല്ലെങ്കിൽ കഥയറിയാതെ ആട്ടം കാണുകയാണ്. യഥാർത്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണെന്ന് അറിയാതെ കുറെ ഓമാര് ഓൺലൈനിലും അവിടെ എവിടെയും വന്നിരുന്നിട്ട് എന്തൊക്കെയോ കടന്ന് പറയുകയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം പേരുണ്ട്. അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ളത്, നമ്മള് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയുള്ള അഭിപ്രായമുള്ളവരാണ്. പക്ഷെ അതിന് നിയമത്തിന്റെ ശരിയായ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ്, അല്ലാതെ ഇമെയിലിലൂടെ പരാതി കിട്ടുമ്പോഴത്തേക്ക് ഇയാളെ ഭീകരവാദിയെ കൊണ്ടുപോകുന്ന പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതല്ല അതിന്റെ രീതി. അയാൾ കൃത്യമായിട്ടും അയാൾക്കെതിരെ 19 കേസ് ഉണ്ടാകട്ടെ, പോക്സോ കേസ് ഉണ്ടാകട്ടെ, ശരി, അതിന്റെയൊക്കെ തെളിവുകൾ കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ അതിന്റെയൊക്കെ പരാതിക്കാരെ രംഗത്ത് വരട്ടെ. അത് നിയമത്തിന്റെ നേരായ വഴിയിലൂടെ പോയി അയാൾ തെറ്റുകാരനാണെന്ന് സമർത്ഥിക്കാൻ പറ്റണ്ടേ. ഇല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാബിച്വൽ ഒഫൻഡറാണ്, സീരിയൽ ഒഫൻഡറാണ്. ഇയാള് ഈ ബെഡ്റൂമിലേക്ക് പെൺകുട്ടികളെ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്ത് എത്തിച്ചിട്ട് പിന്നെ അതിക്രൂരമായ ബലാത്സംഗം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞാൽ പൊതുസമൂഹം ഇത് വിശ്വസിക്കണ്ടേ? നീതിപീഠം വിശ്വസിക്കണ്ടേ? എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റി എന്ന് പറയുന്ന സാധനം അതിപ്പോഴും ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ശിലയായി നിൽക്കുന്നുണ്ടല്ലോ. അയാൾ തെറ്റുകാരനാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ നിരപരാധിയാണ്. അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ അയാൾ കുറ്റാരോപിതനാണ്. നിരപരാധി എന്ന് തന്നെയാണ് നീതിപീഠം ഒരു പരിധിവരെ അങ്ങനെയുള്ള ആളുകളെ പരിഗണിക്കുക. അയാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നവരെ അങ്ങനെയാണ് നീതിപീഠം ഒരാളിനെ കാണുക. അയാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അയാൾക്ക് അയാളുടെ വാദങ്ങൾ നിരത്താം, അയാളുടെ അഭിഭാഷകനെ വയ്ക്കാം, അയാൾക്ക് പറയാനുള്ളതെല്ലാം അയാൾക്ക് പറയാനുള്ള സംവിധാനമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഇത്തരത്തില് നിയമ സംവിധാനം, നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോ അതാണ് നമുക്കും ഇതിൽ പറയാനുള്ളത്. പൊതുസമൂഹം സ്വാഭാവികമായിട്ടും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരം പല ചോദ്യങ്ങളും പൊതുസമൂഹത്തിൽ നിന്നും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ആ ചോദ്യങ്ങളിൽ ചില ചോദ്യങ്ങൾ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിയമവ്യവഹാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമെന്ന് പറയുമ്പോൾ പോലും രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് പറയുന്ന ചില ആളുകളുമുണ്ട്. അവന്മാര് രാഹുലിനെ ന്യായീകരിക്കുകയാണോ? രാഹുലിന് ജാമ്യം കിട്ടുമെന്ന് പറയുന്നത് നമ്മൾ ഈ നിയമപരമായ അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുള്ള പരിരക്ഷയും ആ വകുപ്പുകളും അതിന്റെ സാഹചര്യവും ഒക്കെ വെച്ചിട്ടാണ്. അതായത് രാഹുലിന് വേണ്ടി വാദിക്കുകയല്ല. രാഹുലിന് വേണ്ടി വാദിക്കാൻ വക്കീലുണ്ട്, അല്ലെങ്കിൽ രാഹുലിനോട് അടുത്ത് യൂത്ത് കോൺഗ്രസിലോ ഒക്കെ നിൽക്കുന്ന രാഹുലിന്റെ അടുത്ത ആളുകളോ സുഹൃത്തുക്കളോ പാർട്ടിക്കാരോ ഒക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ പക്ഷേ നമ്മുടെ മുമ്പിലുള്ള കേസുകൾ, ആ കേസുകളുടെ മെറിറ്റ് അല്ലെങ്കിൽ കേസുകളുടെ നിലവിൽ നമ്മുടെ മുമ്പിലുള്ള തെളിവുകൾ, അതിൽ നീതിപീഠം എടുക്കുന്ന നിലപാടുകൾ, അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക. നമുക്ക് വിധി പറയാൻ പറ്റില്ല. നേഷൻ ഫസ്റ്റ് എങ്കിലും രാവിലെ ഇരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും വലിയ ക്രിമിനൽ ആണ് എന്ന് പറയാൻ നമുക്ക് യാതൊരു തരത്തിലുള്ള റൈറ്റുമില്ല. ഇനി അദ്ദേഹം പൂർണ്ണമായിട്ടും നിരപരാധിയാണ് കേട്ടോ, അയാളെ അങ്ങ് പൂർണ്ണമായിട്ടും വേട്ടയാടുകയാണ് എന്ന് പറയാനുള്ള അതിനുള്ള തെളിവുമില്ല, അതിനുള്ള അധികാരവും നമുക്കില്ല. അത് നമുക്ക് ഈ ഉള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് നമ്മുടേതായ അഭിപ്രായങ്ങൾ ചിലപ്പോൾ പറയാനുള്ള സ്വാതന്ത്ര്യം, അതാണല്ലോ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യം, അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഓക്കെ, ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ളതാണല്ലോ മേക്കയുടെ ചോദ്യം. കോൺഗ്രസ് സീറ്റ് കൊടുക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സാഹസമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച്. കോൺഗ്രസ് സീറ്റ് കൊടുത്താലും ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. കോൺഗ്രസ് സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ള ജനങ്ങളെല്ലാം കൂടി കോൺഗ്രസിനെ വിചാരണ ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ കോൺഗ്രസിന്റെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് അവർക്ക് ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, പൊതുസമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. രാഷ്ട്രീയ എതിരാളികൾ ഇപ്പൊ CPM ഒക്കെ അങ്ങനെ ഒരവസ്ഥ വന്ന വലിയ ക്യാമ്പയിനായിട്ട് കൊണ്ടുവരും. CPM ആകട്ടെ BJP ആകട്ടെ, പെണ്ണുപിടിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നു,
3 കേസ് ഉണ്ട്, ഇനിയും കേസുകൾ കുറെ വരാനുണ്ട്, പോക്സോ കേസ് പ്രതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കും. അതിന്റെയൊക്കെ പിറകെ നടക്കാൻ നിലവില് കോൺഗ്രസിന് സമയമില്ല. കോൺഗ്രസ് അവരുടെ മിനിസ്ട്രി ഉറപ്പിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് രാഹുൽ അതെ. മാങ്കൂട്ടത്തിന് വേണ്ടി അങ്ങനെ ഒരു പൊളിറ്റിക്കൽ റിസ്ക് എടുക്കാൻ നിലവിൽ കോൺഗ്രസ് തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകില്ല. പകരം പാലക്കാട് മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതായത് ചിലപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു അഭിപ്രായം കൂടി ചോദിക്കുമായിരിക്കും. സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലൊക്കെയാണ് തീരുമാനിക്കുന്നത് അവിടെ ആര് നിൽക്കണമെന്ന്. രാഹുലിനോടും ചോദിക്കും, എന്തായാലും നീ മാറിയിക്കണം, അപ്പോ ഒരു 5 വർഷം ഒന്ന് ഒതുങ്ങിയൊക്കെ നില്ല് എന്നൊക്കെ ആയിരിക്കും പറയാൻ സാധ്യതയുള്ളത്. പിന്നെ ചിലരൊക്കെ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അങ്ങ് ധർമ്മടത്ത് പോയിട്ട് പിണറായിക്കെതിരെ മത്സരിക്കണം, എന്നിട്ട് ജയിച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം, എന്നിട്ട് ജയിച്ചാൽ യവമാര് രാഹുലിനോട് മാപ്പ് പറഞ്ഞ് രാഹുലിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്ത് മിനിസ്ട്രി വരുമ്പോ രാഹുലിനെ ആഭ്യന്തരമന്ത്രിയാക്കണം. അതാണ് രാഹുലിനോട് ചെയ്യേണ്ട പ്രായച്ചിത്തം എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് രാഹുൽ എന്ത് പറയുന്നു, അല്ലെങ്കിൽ രാഹുൽ എന്ത് നിലപാടിലേക്ക് പോകുന്നു എന്നൊക്കെ അറിയാൻ ഉള്ള ഒരു സമയമാണ്. അത് രാഹുൽ തന്നെയാണ് അത് പ്രഖ്യാപിക്കേണ്ടത്. പക്ഷെ ഒരു റിയാലിറ്റി ഉണ്ട് മേഘ, അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. വളരെ നിഷ്കളങ്കരായ മനുഷ്യർ, ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത മനുഷ്യർ, അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പക്ഷപാതമില്ലാത്ത മനുഷ്യർ, അതിൽ ഇടതുപക്ഷത്തോട് ചാഞ്ഞു നിൽക്കുന്നവർ, BJPയോട് ചാഞ്ഞു നിൽക്കുന്നവർ, കോൺഗ്രസിനോട് ചാഞ്ഞു നിൽക്കുന്നവർ, മറ്റേതെങ്കിലും ഒക്കെ അവ ലീഗിനോട് ഇഷ്ടമുള്ളവർ, അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ, ആ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്ന സ്ത്രീകൾ നിങ്ങളോട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ എന്ന നിലയിലല്ല. നേഷൻ ഫെസ്റ്റിന്റെ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുന്ന ഒരു വിഭാഗം പേരെന്ന് പറയുന്നത് അത് കോൺഗ്രസിനെ മാത്രം അനുകൂലിക്കുന്നവർ, ഒരു പ്രത്യേക എൻറ്റിറ്റിയും അല്ല, അത് ഈ സമൂഹത്തിന്റെ പരിച്ഛേദമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഏത് വീഡിയോകൾക്ക് താഴെയും കാണുന്നുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിന്റെ, ഈ പൊതുസമൂഹത്തിന്റെ ഒരു വികാരത്തിന്റെ പരിച്ഛേദമാണ്, സംശയം വേണ്ട. ആ മനസാക്ഷി, കേരളത്തിന്റെ ആ മനസാക്ഷിയിൽ നല്ലൊരു വിഭാഗം പേരും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മിടുക്കനായ രാഷ്ട്രീയക്കാരൻ വേട്ടയാടപ്പെടുകയാണെന്നും അയാൾ നാളെയുടെ പ്രതീക്ഷയാണെന്നും അയാൾ വലിയ വലിയ ഉയരങ്ങളിലേക്ക് പോകേണ്ടയാളാണെന്നും അയാൾക്കെതിരെ വന്നിട്ടുള്ള ഈ പരാതികളൊക്കെയും കെട്ടിച്ചമച്ചതാണ് എന്നും വിശ്വസിക്കുന്നുണ്ട്. ഇനി നാളെ പരാതി വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ 3 എണ്ണമാണല്ലോ വന്നത്. ഇനി 30 പരാതിയും കൂടി വന്നാലും ഈ പറയപ്പെടുന്ന ജനം വിശ്വസിക്കില്ലെന്നേ. അതും കൂടിയാണ്, അങ്ങനെ ഒരു നേട്ടം കൂടി ഈ പറയപ്പെടുന്ന 3 കേസുകളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തു. ഇനി അയാൾക്കെതിരെ അതിജീവിത എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ കേരള സമൂഹം ഈ ഒരു വിഭാഗം പേരെങ്കിലും അങ്ങനെ കാണത്തുള്ളൂ ആ കേസുകളെ, ആ പരാതികളെ. അപ്പൊ രാഹുലിന്റെ ജനകീയത 10 മടങ്ങായി വർദ്ധിച്ചു എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു ആത്യന്തികം. അതെ. അപ്പോൾ ധാർമ്മികമായോ പെൺകുട്ടികളുടെ പക്ഷത്തു നിന്നോ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിയമത്തിന്റെ മുന്നിൽ അദ്ദേഹം കുറ്റവിമുക്തനാകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് വരുന്ന ആഴ്ചകളിൽ ഉത്തരം ലഭിക്കും. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.